PSC ക്രമക്കേടിൽ ഗവർണർ ഇടപെടുന്നു. ലോക്ഭവൻ നിയമോപദേശം തേടി ആക്ഷേപങ്ങളിൽ എങ്ങനെ ഇടപെടാനാകുമെന്ന് പരിശോധിക്കുന്നു. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് കിട്ടിയത് നിരവധി പരാതികൾ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ LDF യോഗം ഇന്ന്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി CPI തർക്കത്തിനിടെ യോഗം. സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകും. അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം. നടപടി കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഹൈക്കോടതി അനുവദിച്ചത് 2 ദിവസത്തെ കസ്റ്റഡി. ഡൽഹിയിൽ ലെയ്സൺ ഓഫീസ് തുറന്ന് BJP കേരള ഘടകം. വികസിത കേരളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ലക്ഷ്യം. BJP ദേശീയ നേതൃത്വത്തിലേക്ക് അനുരാഗ് ഠാക്കൂറും സ്മൃതി ഇറാനിയും തിരിച്ചെത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. നിതിൻ നബീന്റെ പുതിയ ടീമിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ബീഹാറിലെ ലഖിസാരായിൽ അശോക് ധാം ക്ഷേത്രത്തിൽ ദുരന്തം. തിരക്കിൽപ്പെട്ട് 7 മരണം, 12ഓളം പേർക്ക് പരിക്കേറ്റു. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് കമ്പി പൊട്ടി വീണത് ജനത്തെ പരിഭ്രാന്തരാക്കി. എല്ലാ രാത്രിയിലും ഗാസയിലെ 30 മുതൽ 40 വരെ ആളുകളെ കൊല്ലണമെന്ന ഇസ്രായേലി മന്ത്രി. തീവ്ര വലതുപക്ഷവാദിയായ ബെൻഗുറിന്റെ പ്രസ്താവന ഹമാസ് ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കവേ. മരുമകനെ ഇറക്കി നെതന്യാഹുവിന് ട്രംപിന്റെ ചെക്ക്. ഹമാസുമായി ഗാസ സമാധാന കരാർ ചർച്ച ചെയ്ത് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ജാരഡ് കുഷ്ണർ. ഇസ്രായേലിനെതിരെ 8 മുസ്ലിം രാജ്യങ്ങളുടെ പ്രമേയം. പാലക്കാട്ടെ ലഹരിവേട്ടയിൽ പിടിയിലായവർക്ക് പിന്നിൽ അന്തർ സംസ്ഥാന ലഹരി മാഫിയെന്ന് പോലീസ്. 1 കോടി വില മതിക്കുന്ന മയക്കുമരുന്നുമായി പിടിയിലായത് യുവതി ഉൾപ്പെടെ 3 പേർ. മുഖ്യപ്രതി മണ്ണാർക്കാട് സ്വദേശി സലിം. ഒറ്റ രാത്രി കൊണ്ട് റഷ്യയിലേക്ക് കുതിച്ചെത്തിയത് 800-ലധികം ഉക്രൈനിയൻ ഡ്രോണുകൾ. 600 എണ്ണവും മോസ്കോ നഗരത്തെ ലക്ഷ്യമിട്ട്. 2026 ഏറ്റവും വലിയ വ്യോമാക്രമണവുമായി യുക്രൈൻ. 7 മരണം. മോസ്കോയിലെ വൈൽഡ്ബറി വെയർഹൌസിന് തീപിടിച്ചു. യുക്രൈൻ ഉപയോഗിച്ചത് സ്വന്തമായി നിർമ്മിച്ച ആയുധങ്ങൾ. കളി അവസാനിപ്പിക്കുമെന്ന സൂചനയുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ സീസൺ തന്റെ അവസാനത്താകാൻ സാധ്യതയുണ്ടെന്ന് ക്രിസ്ത്യാനോ. കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് അഭിമുഖത്തിൽ താരം. റെയിൽവേ സ്റ്റേഷനുകളിലെ കുടിവെള്ളം ഗുരുതരമായ ആരോഗ്യ ഭീഷണിയാകുന്നുവെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ റിപ്പോർട്ട്. വാട്ടർ കൂളറുകളിലെ വെള്ളത്തിൽ പോലും E. coli ബാക്ടീരിയ. ഭക്ഷ്യവിഷബാധ, വയറിളക്കം, വൃക്ക തകരാർ എന്നിവയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളും ആശങ്കപ്പെടാനില്ലെന്ന് അധികൃതർ.